ആരോഗ്യ വകുപ്പ് ആരോഗ്യ കേരളവുമായിട്ട് സംയുക്തമായിട്ട് നമുക്ക് ഒരു പരിപാടി ആസൂത്രണം ചെയ്യാൻ നമ്മൾ ഏത് പുതുവർഷവും നമുക്കുള്ള ആദ്യത്തെ തീരുമാനം എപ്പോഴും നമ്മുടെ ശീലങ്ങളെല്ലാം നല്ലതാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് വ്യായാമമായിക്കോട്ടെ, ഭക്ഷണത്തിലായിക്കോട്ടെ, മാനസിക ഉല്ലാസത്തിലായിക്കോട്ടെ, അതിനെക്കുറിച്ചുള്ള ഒരു ഇതാക്കുക എന്ന ശീലങ്ങൾ നല്ലതാക്കുക എന്നതാണ്. അതിനെക്കുറിച്ച് നമുക്കൊരു അതിൻ്റെ കാര്യപരിപാടി അതിലൊരു കൺസെപ്റ്റ് നോട്ടുമാണ് നിങ്ങളുടെ ലഭിച്ചിരിക്കുന്നത്. കാര്യപരിപാടി നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഞാൻ ഡോക്ടർ സുജ, ഡെപ്യൂട്ടി DMO. പേര് ഞാൻ ഡോക്ടർ സുജ അലൂഷ്യസ്, ഡെപ്യൂട്ടി DMO തൃശ്ശൂർ. ഞാൻ ഡോക്ടർ സജീവ് കുമാർ P, ജില്ലാ പ്രോഗ്രാം മാനേജർ ആരോഗ്യ കേരളം. ഞാൻ ശ്രീജ, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ. ശ്രീജ CM. ആൽജോ C ചെറിയാൻ, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ. സോണിയ ജോണി, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ. അതിനെക്കുറിച്ച് വിശദമായിട്ട് ജില്ലാ പ്രോഗ്രാം മാനേജർ ആരോഗ്യ കേരളം സംസാരിക്കുന്നതാണ്. നമ്മുടെ പൊതുവെ കേരളത്തിലെ ആരോഗ്യ മേഖല ചുരുങ്ങിയ ചെലവ് വഹിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് മികച്ച സേവനം നൽകുന്ന രീതിയിലേക്ക് പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും നമ്മുടെ ആരോഗ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് പല കാലങ്ങളിലായിട്ട് പല വിവരങ്ങൾ ഇതിനകം വന്നു കാണും. അതിൽ നമ്മൾ പ്രധാനമായിട്ടും എപ്പോഴും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മൾ നേടിയ ശിശുമരണ നിരക്കിലെ നമ്മുടെ മെച്ചപ്പെട്ട നിരക്കും, അതുപോലെ തന്നെ ആയുർദൈർഘ്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ, മാതൃമരണ നിരക്ക് കുറച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഓരോ വർഷവും ജീവിതശൈലി രോഗങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് പൊതുജനങ്ങളെ സ്ക്രീനിങ് നടത്തി അവർക്ക് ഉള്ള ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുകയും അവർക്ക് ചികിത്സ നൽകുകയും മറ്റ് ജീവിതശൈലി മോഡിഫിക്കേഷൻസ് ഉപദേശിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. കഴിഞ്ഞ വർഷം ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം എന്ന രീതിയിലൊരു ക്യാമ്പയിൻ ക്യാൻസർ ഡിറ്റക്ഷന് വേണ്ടിയും കഴിഞ്ഞ ഫെബ്രുവരി 4 തുടങ്ങി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ 1,15,000 ആളുകളെ സ്ക്രീൻ ചെയ്യുകയും അതിൽ സ്ത്രീകളിൽ 29 പേർക്ക് ബ്രസ്റ്റ് ക്യാൻസറും 3 പേർക്ക് ഗർഭാശയ ഗള ക്യാൻസറും കണ്ടെത്തുകയും 5 പേർക്ക് ഓറൽ ക്യാൻസർ കണ്ടെത്തുകയും അവരെ ചികിത്സയിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ആരോഗ്യവകുപ്പിൽ കാലാകാലങ്ങളിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നുണ്ടെങ്കിലും രോഗാതുരതയെ സംബന്ധിച്ചിടത്തോളം കേരളം ഇപ്പോഴും മുന്നിലാണ് മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ താരതമ്യം ചെയ്യുന്നത്. അതിൽ മനസ്സിലായ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിവും അതുപോലെയുള്ള പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും രോഗം കണ്ടെത്തി ചികിത്സിക്കുന്നുണ്ടെങ്കിലും രോഗികൾ പാലിക്കേണ്ട അല്ലെങ്കിൽ പൊതുസമൂഹം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട പല ഭക്ഷണക്രമവും അതുപോലെ തന്നെ വ്യായാമവും അതുപോലെ തന്നെ ഉറക്കം, വിനോദം എന്നുള്ള കാര്യത്തിൽ നമ്മൾ വ്യക്തിപരമായി നമ്മുടെ തിരക്കുകളിലൂടെ പോകുമ്പോൾ പ്രത്യേക ശ്രദ്ധ അല്ലെങ്കിൽ ഊന്നൽ നൽകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പുതുവർഷവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്യാമ്പയിൻ, അതായത് ആരോഗ്യമാനന്ദം വൈബ് ഫോർ വെൽനസ് എന്നുള്ള രീതിയിൽ ഒരു ക്യാമ്പയിൻ ജനുവരി 1 കേരള സംസ്ഥാനത്ത് ലോഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് തിരുവനന്തപുരത്ത് ആ ലോഞ്ച് നടത്തുന്നത്. ആരോഗ്യമന്ത്രി അതിൽ അധ്യക്ഷത വഹിക്കും. ഇതിൻ്റെ പ്രീ ലോഞ്ച് ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ ഇന്നലെ ഡിസംബർ 26 കാസർഗോഡ് നിന്ന് ഒരു പ്രചരണ വാഹനം, അതൊരു KSRTC ബസ്സിൽ നമ്മുടെ ഈ സന്ദേശങ്ങളെല്ലാം ബ്രാൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ബസ് പുറപ്പെട്ടിട്ടുണ്ട്. ആ ബസ് ഇന്ന് കണ്ണൂരും കോഴിക്കോടും താണ്ടി നാളെ മലപ്പുറത്ത് എത്തുകയും നാളെ വൈകുന്നേരത്തോടു കൂടിയിട്ട് നമ്മുടെ ജില്ലയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ നമ്മൾ നാളെ വൈകുന്നേരം കളക്ട്രേറ്റ് മൈതാനത്തിനടുത്ത് വെച്ച് ഈ ബസ് നമ്മൾ സ്വീകരിക്കുകയും ജില്ലയിലേക്ക് സ്വീകരിക്കുകയും അതോടൊപ്പം സൈക്കിൾ റാലിയും ബൈക്ക് റാലിയും ഒക്കെ അതിനെ അനുഗമിച്ച് ആ ബസ്സിനെ നമ്മൾ ഈ പ്രചരണ വാഹനത്തെ തേക്കിൻകാട്ടിലേക്ക് കൊണ്ടുവന്ന് തേക്കിൻകാട് മൈതാനത്ത് വെച്ച് ഒരു പൊതുപരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പൊതുപരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ മേയറായിരിക്കും. അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ശ്രീ കെ രാജൻ അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ തൃശ്ശൂർ MLA ശ്രീ പി ബാലേന്ദ്രൻ ആ ചടങ്ങിൽ
മുഖ്യാതിഥിയായിരിക്കും നമ്മുടെ ഇന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണോ അവരായിരിക്കും അതിൽ മറ്റൊരു മുഖ്യാതിഥി. ഈ രീതിയിലാണ് ഇപ്പോൾ അതിനോട് അനുബന്ധമായി മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖന്മാരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കും. ഈ ചടങ്ങ് ആരോഗ്യവകുപ്പ് മോഡേൺ മെഡിസിൻ മാത്രമല്ല ആയുഷ് വകുപ്പ് കൂടി യോജിച്ചുകൊണ്ടാണ് ഈ ജില്ലാതല ഈ വാഹനത്തിന്റെ സ്വീകരണവും പൊതുചടങ്ങും നടത്തുന്നത്. ആയുഷ് വകുപ്പും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഈ തേക്കിൻകാട്ടിൽ വെച്ച് നടത്തുന്ന പ്രോഗ്രാം നമ്മൾ പൊതുജനങ്ങളുമായിട്ട് അനൗപചാരികമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലൊരു അവിടെ ഒരു ചായപ്പീടിയയുടെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുകയും ഒരു ചായ കുടിക്കാൻ വരുന്ന പൊതുജനങ്ങളുമായിട്ട് സംവദിക്കുന്ന രീതിയിലാണ് നമ്മൾ ആ ഉദ്ഘാടന ചടങ്ങ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതോടെ ഒപ്പം അപ്പോൾ അവിടെ ഒരു നമ്മുടെ നാട്ടിൻപുറത്തൊരു ചായപ്പീടികയിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള ചില അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കുന്ന രീതിയിലുള്ള ചില കലാപ്രകടനങ്ങളും യോഗ ഡെമോൺസ്ട്രേഷൻ, യോഗ ഡാൻസ് അതൊക്കെ അവിടെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ കലാരൂപങ്ങളുടെ ഉള്ളിലൂടെ പൊതിഞ്ഞു വെച്ച ആരോഗ്യ മെസ്സേജുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ തന്നെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടൊരു ആമയും മുയലുമാണ് ഇതിൻ്റെ ഒരു തീം ആയിട്ട് നമ്മുടെ സ്റ്റേറ്റ് സ്വീകരിച്ചിട്ടുള്ളത്. പഴയ കഥ നമുക്കെല്ലാവർക്കും അറിയാം. മുയൽ ദീർഘദൂരം ഓടിപ്പോവുകയും ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുകയും ചെയ്ത കഴിഞ്ഞ അവസാനം ആമ വിജയിക്കുന്ന രീതിയിൽ തന്നെ ഇവിടെ നമ്മൾ ആ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇറക്കിയ ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ മുയൽ പലപ്പോഴും പുകവലിക്കുന്നു, മുയൽ മദ്യപാനം നടത്തുന്നു, മൊബൈൽ നോക്കിയിരിക്കുന്നു, ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ഒരു മുയലും. എന്നാൽ ആമ കൃത്യമായ സമയത്ത് ഡോക്ടറെ കാണുന്നു, ചെക്കപ്പ് നടത്തുന്നു, ഡോക്ടർ നിഷ്കർഷിച്ച കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അവസാനം ഓട്ട മത്സരത്തിൽ ഈ ആമ മുന്നിലെത്തുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ മനുഷ്യന്മാരുടെ തന്നെ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഈ പ്രശ്നങ്ങളെ ചിത്രീകരിക്കുന്ന രീതിയിലാണ് ആ ഒരു സന്ദേശം പോകുന്നത്. അപ്പം ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ജനുവരി 1 ഓടുകൂടിയിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും, പ്രത്യേകിച്ചും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ കീഴിലുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള യോഗ ഡെമോൺസ്ട്രേഷൻ, സ്ക്രീനിങ് ഒക്കെ നടത്തുന്ന രീതിയിലും ആളുകളെ നമ്മൾ ചികിത്സ എന്നതിനേക്കാളും ഉപരിയായി അവരുടെ ജീവിതശൈലിയിൽ വരേണ്ട മാറ്റങ്ങളെ അവരെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുകയും അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ആരോഗ്യമാനന്ദം വൈബ് ഫോർ വെൽനസ് എന്നുള്ള രീതിയിൽ വരാൻ പോകുന്ന ഒരു ക്യാമ്പയിൻ. അത് നമ്മുടെ നേരത്തെ ആരോഗ്യമാനന്ദം അകറ്റ അർബുദത്തിൽ നമ്മളിപ്പോൾ നേരത്തെ ഞാൻ കണക്കുകൾ സൂചിപ്പിച്ച പോലെ ക്യാൻസർ ഡിറ്റക്ഷന് കുറേ സ്റ്റേറ്റ് വൈസ് നമ്മുടെ ജില്ലയിൽ തന്നെ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കണക്കുകൾ ഇവിടെ വെക്കുകയുണ്ടായി. അപ്പോൾ ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ നിലനിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ടും രോഗാതുരത കുറച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് നടത്തുന്നത്. മറ്റു കാര്യങ്ങൾ ഡെപ്യൂട്ടി ഡി മൈൻഡ്ഫുൾനെസ് ചലഞ്ച് സൂചിപ്പിച്ചു. ഉദ്ദേശം ലക്ഷ്യം ഇത് തന്നെയാണ്. നമ്മൾ പല രോഗങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ക്രോണിക് ഡിസീസ്, പാലിയേറ്റീവ് കെയർ ആവശ്യമായി വരുന്ന അസുഖങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ മാനസിക രോഗങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ദീർഘകാലമായി ചികിത്സ വേണ്ടി വരുന്ന രോഗങ്ങളൊക്കെ വരുമ്പോൾ വ്യക്തി എന്നുള്ള രീതിയിൽ പലപ്പോഴും നമ്മൾ ഇന്ന് ഒറ്റപ്പെടുന്നത് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ മാനസിക അവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും മാനസിക ഉല്ലാസത്തിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയുള്ള ചില രീതികൾ നമ്മളിപ്പോൾ ഇപ്പം തന്നെ പറയുന്നത്, ഒരു കിടപ്പ് രോഗിയുടെ അടുത്ത് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ആർക്കെങ്കിലും പോയി 1 മണിക്കൂർ വെറുതെ അവരുടെ അടുത്തിരുന്ന് സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ അവരുടെ രോഗ ചികിത്സയെക്കാളും അവരുടെ മാനസിക തലത്തെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ള രൂപത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചികിത്സയോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ആ മെസ്സേജിൽ നമ്മളിവിടെ സൂചിപ്പിച്ച ഭക്ഷണക്രമങ്ങളിലുള്ള മോഡിഫിക്കേഷൻ. ഇപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യം ചോദിച്ചാൽ തന്നെ പലരും പറയുന്നത് രാത്രി 10 മണി തൊട്ട് ചിലപ്പോൾ 11:30 വരെയൊക്കെ മൊബൈൽ നോക്കി വാട്സപ്പിൽ ന്യൂസ് കണ്ടിരിക്കുന്നു എന്നാണ് പലപ്പോഴും ചില രോഗികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ പറയാറ്. അത് നമ്മുടെ ശീലമായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉറക്കം കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു 6 മണിക്കൂറോ 7 മണിക്കൂറോ ഉറക്കം കിട്ടാത്ത അവസ്ഥയിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. ഇതെല്ലാം അവരുടെ പ്രഷർ, രക്തസമ്മർദ്ദത്തെയും അതുപോലെ തന്നെ അവരുടെ പ്രമേഹ നിയന്ത്രണത്തെയും അവരുടെ ഹൃദയാഘാതം വരാനുള്ള സാധ്യത, സ്ട്രോക്ക് വരാനുള്ള സാധ്യതയൊക്കെ ഈ ഉറക്കക്കുറവൊക്കെ ബാധിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്.
1,12,283 ആണ് ടോട്ടൽ തൃശ്ശൂർ ജില്ലയിൽ ഇതുവരെ സ്ക്രീനിങ് നടത്തിയത്. അതിൽ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരിലെ പുകവലിക്കുന്ന ശീലമുള്ളവരിലും പിന്നെ കുടലിലെ ക്യാൻസർ, ഓറൽ ക്യാൻസർ ഇതൊക്കെ അതിൽ പെട്ടിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് നമ്മൾ മുൻതൂക്കം നൽകിയത്. ഇതുപോലെ നമ്മളൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ഒരു 40 ദിവസത്തോളം ആ ക്യാമ്പയിൻ ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനത്തിൽ തുടങ്ങി മാർച്ച് 8 അന്തർദേശീയ വനിതാ ദിനം വരെയായിരുന്നു സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കഴിഞ്ഞ വർഷം. അതിനുശേഷം ഓരോ മാസവും ഓരോ തീം എടുത്തുകൊണ്ട് ആണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിലാണ് ഈ പറഞ്ഞ പോലെ ഇത്രയധികം ആൾക്കാരെ സ്ക്രീൻ ചെയ്യാനായിട്ട് സാധിച്ചത്. അതിൽ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് 96,279 പേർക്ക് ചെയ്തു. സർവൈക്കൽ ക്യാൻസർ 81,666 പേർക്ക് ചെയ്തു. ഓറൽ ക്യാൻസർ 71,494 പേർക്ക്. ലാസ്റ്റ് കിട്ടിയത് കൺഫേംഡ് കേസ് ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിക്കപ്പെട്ട ജില്ലയിൽ 29 കേസ് ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട്. സർവൈക്കൽ ക്യാൻസർ 3, ഓറൽ ക്യാൻസർ 5. ഇതിൽ ക്വസ്റ്റിനർ വെച്ചിട്ട് ഏറ്റവും താഴെത്തട്ടിൽ സ്ക്രീൻ ചെയ്യുകയും അതിൽ ക്യാൻസർ സംശയം തോന്നുന്നവരെ ഡോക്ടർമാരുടെ അടുത്ത് എത്തിക്കുകയും അവരുടെ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് സ്പെഷ്യലിസ്റ്റ് കെയറിലേക്ക് എത്തിക്കുകയും അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ലെവലിൽ എത്തിയത്. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ എണ്ണം ഇത് കൺഫേംഡ് കേസ് മാത്രമാണ് പറഞ്ഞത്. ചിലതൊക്കെ പ്രീ മാലിഗ്നന്റ് കണ്ടീഷൻ, അതായത് ക്യാൻസർ ആയിട്ടില്ല, ക്യാൻസറിലേക്ക് പോകാവുന്ന സാഹചര്യങ്ങളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അവരെയും നിരന്തരമായ നിരീക്ഷണത്തിൽ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ സർവേയാണ് ആശാ വർക്കർമാർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഇപ്പൊ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. ഈ സർവേയിൽ ആ റിപ്പോർട്ടിനനുസരിച്ചിട്ടുള്ളവരെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ അവിടെ എത്തിച്ച് അവിടെ നിന്നാണ് സ്ക്രീനിങ് പോകുന്നത്. അതെ, അത് ഓരോ ഇപ്പം ഇതിന്റെ അകത്ത് നമ്മൾ സ്ക്രീൻ ചെയ്ത് അതിന്റെ അകത്ത് എന്തെങ്കിലും ലക്ഷണം ഉണ്ടെന്ന് തോന്നുന്നവർക്ക് മാമോഗ്രാം ചെയ്യും. അത് കഴിഞ്ഞ് ബയോപ്സി എടുത്ത് അപ്പോഴേ കൺഫർമേഷൻ ആയിട്ട് നമ്മൾ പറയും. മാമോഗ്രാം ചെയ്യുമ്പോൾ നമുക്കൊരു ഡയഗ്നോസിസിൽ നമ്മളുണ്ട്, എന്നാലും കൺഫർമേഷൻ എപ്പോഴും നമുക്ക് ബയോപ്സി റിസൾട്ട്. അപ്പം ബയോപ്സിയും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കൺഫർമേഷൻ പറയത്തുള്ളൂ. കാര്യം പിന്നെ ചികിത്സയ്ക്ക് പോകുക എന്നുള്ളതാണ് അതിന്റെ അടുത്ത സ്റ്റെപ്പ്. നിലവിലിപ്പോൾ അത് നമ്മുടെ ജില്ലയിൽ ക്യാൻ തൃശ്ശൂർ, അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ ക്യാൻ കോട്ടയം ഒക്കെ ഉണ്ടായിരുന്നു. ഈ ആരോഗ്യ ആനന്ദം ക്യാമ്പയിൻ സംസ്ഥാന അടിസ്ഥാനത്തിൽ വന്നപ്പോൾ എല്ലാ ജില്ലകളിലും ഇതിനോടനുബന്ധമായിട്ടാണ് ഏത് സമയത്തും, അതിന് പ്രത്യേക സമയമില്ലാതെ എല്ലാ മാസങ്ങളിലും അത്തരം സ്ക്രീനിങ് ലക്ഷണമുള്ളവർക്ക് വരികയാണെങ്കിൽ അവരെ കൃത്യമായിട്ട് സ്റ്റെപ്പ് വൈസ് ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിന് ക്യാൻസർ കെയർ ഗ്രിഡ് അതാണ് സർവേയിൽ 83% നമ്മൾ മുഴുവനായിട്ട് ഇതിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. 83% സർവേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്ക്രീനിങ്ങിൽ നമുക്കിപ്പോഴും സർവേ കണ്ടിന്യൂസ് ആണ്, പ്രോസസ്സ് കണ്ടിന്യൂസ് ആണ്. അത് ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്ത് പോത്തേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ 30 വയസ്സിന് മുകളിലുള്ളവരെയാണ് സർവേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഇനിയും കുറച്ചുകൂടെ താഴ്ത്തി കൊണ്ടുവരണം. അടുത്ത ശൈലി എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ കൂടാണ് നമ്മളിപ്പോ ചെയ്യുന്നത് അതിൻ്റെ. അപ്പം ഇനി 30 വയസ്സിന് താഴെ ഇച്ചിരി കൂടെ നമുക്ക് കാര്യം ഇപ്പൊ അറിയാം, പലർക്കും ചെറുപ്രായത്തിൽ തന്നെ പലതും വരുന്നുണ്ട്. അപ്പം ഇതുവരെ ഉള്ളത് സാധാരണഗതിയിൽ പ്രമേഹവും പ്രഷറും ഒക്കെ ഒരു പ്രായം കഴിഞ്ഞായിരുന്നു ഒരു കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് താഴേക്ക് വരുന്നുണ്ട്. അടുത്തൊരു ഇതിലോട്ട് മാറ്റി നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് ഇനി അടുത്തൊരു ലെവലിലോട്ട് പോകും. കാര്യം ഡയഗ്നോസിസ് നമുക്ക് കിട്ടുന്നുണ്ട്, ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. കാര്യം നമുക്ക് കിട്ടിയ ഡയഗ്നോസിസ് ഇപ്പൊ 29 ബ്രസ്റ്റ് ക്യാൻസർ തന്നെ കിട്ടി. ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് സ്ത്രീകളിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത്. പിന്നുള്ളത് ഓറൽ ക്യാൻസർ വന്നിരിക്കുന്നത് പുകവലിക്കുന്നുള്ളവരിലാണ്. പിന്നെ സെർവൈക്കൽ ക്യാൻസർ, അത് ഗർഭപാത്ര ക്യാൻസർ ആണ്. അത് അങ്ങനെ തന്നെ നമ്മൾ നോക്കുക. കാര്യം നേരത്തെ കണ്ടുപിടിച്ച് എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന കുറച്ച് ക്യാൻസറുകളാണ് ഇതെല്ലാം. അത് തന്നെയാണ് നമ്മളിപ്പോ ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഭക്ഷണശീലത്തിന്റെ ആരോഗ്യകരമായ ഒരു ഭക്ഷണശീലം വേണം. മാനസികമായിട്ട് നമുക്ക് പണ്ടത്തെ ഒരു കുറെ ഭക്ഷണ രീതികളിലോട്ട് ഫാസ്റ്റ് ഫുഡിൽ നിന്ന് മാറി നമ്മുടെ മുയല് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. മുയല് ഫാസ്റ്റ് ഫുഡും കൊക്കക്കോളയും കുടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അപ്പൊ ഫാസ്റ്റ് ഫുഡിൽ നിന്ന് മാറി ആരോഗ്യകരമായ ഭക്ഷണശീലം വേണം, മാനസിക ഉല്ലാസം വേണം, നല്ല അതിനനുസരിച്ച് ഉറക്കം വേണം.
പ്രായത്തിനനുസരിച്ചിട്ടുള്ള വ്യായാമം, അങ്ങനെ തന്നെയാണ് പറയുന്നത്. പ്രായത്തിനനുസരിച്ചിട്ടുള്ള വ്യായാമം വേണം. അപ്പം അതിനായിട്ടുള്ള എന്തെങ്കിലും വ്യായാമമായിട്ട് ഹോബി തുടങ്ങാം, കൃഷിയായിട്ട് തുടങ്ങാം, അല്ല റെസിഡൻഷ്യൽ അസോസിയേഷനുകൾക്ക് അതിൻ്റെ അത് ചെയ്യാം. ഇങ്ങനെ പല നമ്മൾ അങ്ങനെ ഒരു വൈഡായിട്ട്, സാധാരണ എല്ലാവരും പുതുവർഷത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനം പോലെ തന്നെ ഇപ്പൊ ഇത്രയും രോഗങ്ങൾ വരാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ശീലങ്ങൾ മാറ്റി തന്നെ രോഗങ്ങൾ തടയിടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഈ രോഗങ്ങൾ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ വരുന്നതിൽ പ്രധാന ഘടകം നമ്മുടെ അമിതമായ നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിന്റെ ഉപയോഗം പൊതുവെ പറയപ്പെടുന്നുണ്ട്. അത് ദിവസങ്ങളിൽ കൂടി വരികയാണ് അതിന്റെ ഉപയോഗവും അതിന്റെ വിൽപ്പനയും ശാലകളും രാവും പകലൊക്കെ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ആരോഗ്യവകുപ്പ് ഇടപെട്ട് ഇതൊക്കെ കൊണ്ടുവന്നാൽ കുറേയൊക്കെ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ സ്ക്രീനിങ് കഴിഞ്ഞ് അങ്ങനെയുള്ളവർക്ക് നമ്മുടെ താലൂക്ക് ആശുപത്രിയിലെല്ലാം ഡയറ്റീഷ്യൻ ഇങ്ങനത്തെ ഉണ്ട്. ഡയറ്റീഷ്യനും കൗൺസിലിംഗും നമ്മൾ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ഡയറ്റ് പ്ലാൻ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ എല്ലാവർക്കും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന IPയിൽ വരുന്ന രോഗികൾക്കെല്ലാം ഡയറ്റ് പ്ലാൻ കൊടുക്കും. പച്ചക്കറികളിലും വിഷമാണത്. അതുകൊണ്ടാണ് നമ്മൾ വളരെയൊക്കെ ചെക്ക് പോസ്റ്റുകളിലൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനമൊക്കെ ഇല്ലായിരുന്നു. ഈ പച്ചക്കറികളുടെ സംവിധാനം പേരിന് മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. അപ്പൊ അത്തരം പ്രായോഗികമായ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് വെറുതെ നമ്മള് പറഞ്ഞു നമുക്ക് കഴിക്കില്ല, പച്ചക്കറി തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രായോഗിക കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല, പരിശോധന കൃത്യമാക്കുന്നില്ല, അത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വകുപ്പുകൾ തമ്മിലുള്ള ഇതിന്റെ അകത്ത് നമ്മൾ അതും കൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഇപ്പൊ ഹരിത കേരള മിഷൻ, ഇപ്പൊ ആയുഷിന്റെ വിവിധ വകുപ്പുകൾ, അത് ഒരു വശത്ത്. അല്ലാതെ എല്ലാ വകുപ്പുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് സ്റ്റെപ്പ് ഇതൊരു പ്രീ ലോഞ്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇത് അതിലുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. അത് ഏതൊക്കെ വകുപ്പിലോട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടപെടേണ്ടതെന്ന് നോക്കി മുന്നേറിക്കൊണ്ടിരിക്കണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. അപ്പം പറയുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ച് നമ്മൾ അത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുകയാണ്. നാല് മണി ഞായറാഴ്ച തെക്കിൻകാട് മൈതാനത്താണ്. ഇതിൽ 4 പ്രധാന ഘടകങ്ങളാണ് പറഞ്ഞത്. ഫുഡ്, ഇതിലേക്ക് ഓരോ നമുക്ക് ഓരോ ഇത് പറയുമ്പോൾ ചപ്പാത്തി സാധാരണ ആൾക്കാരെ ഗോതമ്പും അരിയും എല്ലാം സെയിം ആണെന്ന് പറയും. 10 വർഷം മുമ്പ് പറഞ്ഞ ചപ്പാത്തി കഴിച്ചാൽ കുഴപ്പമില്ല ഡോക്ടേഴ്സിന്റെ പറഞ്ഞിരുന്ന. ഇപ്പൊ നേരെ തിരിച്ചിട്ട് പറയുന്നു. ഇത് ഓരോ തവണയും ടൈം ചേഞ്ച് വരും. സാധാരണ മനുഷ്യന്മാരുടെ ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ 5 ലിറ്റർ വെള്ളം സ്ഥിരമായിട്ട് കുടിക്കണം. പിന്നെ നിങ്ങൾ ഉറക്കത്തെ പറ്റി പറഞ്ഞ 8 മണിക്കൂർ ഉറക്കമാണ്. പിന്നെ പറഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എപ്പോഴും എണീക്കുന്നു, അപ്പോഴാണ് നിങ്ങൾ ഉറക്കം പൂർത്തിയാവും. ഓരോ തവണയും ടെർമിനോളജി മാറുന്നത് ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. സയൻസ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പം ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രമേഹം വന്ന ഭക്ഷണം അരിഭക്ഷണം കുറച്ച് ഗോതമ്പാക്കാം എന്നുള്ളൊരു പ്രചരണം നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഭക്ഷണശീലം സ്റ്റേപ്പിൾ ഫുഡ് കേരളീയരുടെ അരിഭക്ഷണമായിരുന്നു. അപ്പോൾ നമ്മൾ കാലത്ത് അരി കൊണ്ടുള്ള പദാർത്ഥങ്ങൾ, ഉച്ചയ്ക്ക് രാത്രി 3 നേരം അതിനെ കുറയ്ക്കാനായിട്ടാണ് ഗോതമ്പ്. രണ്ടിലും ഗ്ലൂക്കോസ് ഉണ്ട്, പക്ഷേ സ്റ്റേപ്പിൾ ഫുഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഗോതമ്പിൻ്റെ ആഹാരങ്ങൾ അത്രയധികം നമ്മൾ കഴിക്കില്ല, നമുക്ക് പെട്ടെന്ന് അത് മതിയാവും. അപ്പം 3 ചപ്പാത്തിയോ ഒക്കെയാണ് നമ്മൾ കഴിക്കാൻ പറഞ്ഞിരുന്നത്. പക്ഷേ സമൃദ്ധിയായിട്ട് അത് കഴിച്ചാലും ഗ്ലൂക്കോസ് കൂടും, ഷുഗർ നിയന്ത്രണത്തിൽ വരാത്ത അവസ്ഥ വരും. ആ കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പരിസര കാലസ്ഥിതിയിൽ വീണ്ടും നമ്മുടെ ഭക്ഷണശീലത്തിൽ ഇവിടെയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റു തരത്തിലുള്ള ഭക്ഷണ രീതികളിലേക്ക് കടന്നുപോയി. അപ്പോൾ നമ്മൾ വീണ്ടും ഈ പറയുന്നതിൽ വ്യത്യാസങ്ങളായിട്ട് പറയേണ്ടി വരും. അപ്പം അത് അതെ, നമുക്ക് ക്യാമ്പയിനുകൾ നമുക്ക് നടത്താനും ആരോഗ്യ അതെ അതുപോലെ ഈ പറഞ്ഞ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരു കാര്യത്തിൽ 2 അഭിപ്രായം 3 അഭിപ്രായമൊക്കെ ഓൾറെഡി ഉണ്ട്, പ്രത്യേകിച്ചും കേരളത്തിൽ അങ്ങനെയാണല്ലോ. പിന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് അതെ അവിടെയാണ് വ്യക്തിപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെ ഇവിടെ ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മനസ്സും പ്രവർത്തനം പ്രധാനമാണെന്നുള്ളതും കൂടിയാണ് ഈ ക്യാമ്പയിനിൽ
ലക്ഷ്യം വെക്കുന്നത്. കാരണം ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാ വൈകുന്നേരങ്ങളിലും ഈ പറയുന്ന കേരളത്തിൽ കാസർഗോഡ് ട്രിവാൻഡ്രം വരെ കൂടി വരുന്നത് ഹോട്ടലുകളും ഇതൊക്കെയാണ്. വൈകുന്നേരത്തെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഫ്രൈഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ വെളിച്ചെണ്ണയോ മറ്റേ എണ്ണയൊക്കെ എത്ര തവണ റീസൈക്കിൾ ചെയ്യുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല. നമ്മുടെ മേശപ്പുറത്ത് വരുന്ന ഭക്ഷണ പദാർത്ഥം നമ്മൾ കഴിക്കുന്നു എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതിലേക്ക് ചെറുപ്പക്കാരും പുതിയ തലമുറയൊക്കെ അതിലേക്ക് വരുന്നത്. അത്തരം കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യവകുപ്പിൽ കൃത്യമായ പരിശോധന ഉണ്ടാവുന്നതാണ്. അതില്ലേ പരിശോധന എണ്ണയൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു പരിശോധന ഇല്ല. ഒരു തുടക്കത്തിൽ 3 മാസം കൊണ്ടോ 4 മാസം കൊണ്ടോ നമുക്ക് അറിഞ്ഞില്ലാതെ സ്ഥിരമായിട്ടുള്ള ഒരു പരിശോധന ഇല്ല. ഇത് കൂടുതലും ഫുഡ് സേഫ്റ്റിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെയാണ്. പക്ഷെ നമ്മൾ കോർഡിനേറ്റ് രണ്ടും പക്ഷെ നമ്മൾ അവിടുത്തെ വൃത്തിയും സാനിറ്റേഷൻ അതെല്ലാം ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഇൻസ്പെക്ടർ അല്ല മറ്റൊരു കാര്യം പറയുമ്പോൾ കറക്റ്റാണ്. നിങ്ങളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എത്ര ഹോട്ടലുകൾക്ക് ഇൻഡസ്ട്രി നിങ്ങൾ നോക്കുന്നുണ്ട്? എന്താണത്തെ അവസ്ഥ? അല്ല അതിന്റെ അല്ല, നമുക്ക് വകുപ്പുകൾക്കും കുറെ ഇതുണ്ട്. പരിമിതികളും കാര്യം ഇത് കോർപ്പറേഷന്റെ അകത്ത് നിൽക്കുമ്പോ അത് ആരോഗ്യ വകുപ്പിലല്ല, അവര് ഹെൽത്ത് ഇൻസ്പെക്ടർ കോർപ്പറേഷനിലാണ്. അതിന്റെ അകത്ത് കുറെ നമുക്കിപ്പോ കോർപ്പറേഷന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വകുപ്പിലല്ല. ഹോട്ടലുകൾ അടക്കുകയും പിന്നെ നമ്മളോട് ബസ് വയ്ക്കും. നമ്മുടെ വകുപ്പിന്റെ ഭാഗമായിട്ട് ഹെൽത്തി കേരള എന്ന് പറഞ്ഞ ഇതായിട്ട് ഈ പറഞ്ഞ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പരിശോധനകളൊക്കെ നടത്തി പോകുന്നുണ്ട്. അതിൽ കാണുന്ന ഇതിന് അവർ പേടിക്കുന്നു. ആ കാര്യത്തിൽ തൃശ്ശൂർ ജില്ല കുറേ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പൊതുസ്ഥലങ്ങളിൽ കത്തിക്കുക, വേസ്റ്റ് ഇടുക, അതുപോലെ തന്നെ ഹോട്ടലുകളിലെ ശുചിത്വം കണ്ട സ്ഥലങ്ങളിലൊക്കെ കേസ് എടുത്തിട്ടുള്ളതിൽ പിഴ അടപ്പിച്ചിട്ടുള്ളതിൽ ഒരു ജില്ല നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ്. ആ രീതിയിൽ